പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. പണം സമ്പാദിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ആ സമ്പാദിച്ച പണം എപ്രകാരം എവിടെ നമ്മൾ നിക്ഷേപിക്കണം എന്നുള്ളതാണ്. നമുക്ക് പ്രധാനമായിട്ടും രണ്ട് നിക്ഷേപ സാധ്യതകളാണുള്ളത്. ഒന്ന് ഓഹരിയിൽ നിക്ഷേപിക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിക്ഷേപിക്കുക എന്നുള്ളതാണ്. ലോകത്ത് നിക്ഷേപത്തിലൂടെ, ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ ഫൈനാൻഷ്യൽ ഫ്രീഡം നേടിയവരായാലും സാമ്പത്തിക ഭദ്രത നേടിയവരായാലും ഇവരെല്ലാവരും അവലംബിച്ച രണ്ട് മാർഗങ്ങളിൽ ഒന്ന് ഓഹരിയിൽ നിക്ഷേപിക്കുക എന്നുള്ളതും മറ്റൊന്ന് റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപിക്കുക എന്നുള്ളതുമാണ്. ഇന്ന് ഈ വീഡിയോയിൽ എപ്രകാരം ഓഹരിയിൽ നിക്ഷേപം നടത്താം എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഓഹരിയിൽ നിക്ഷേപിക്കാൻ ഏറ്റവും മികച്ച ഒരു സ്ഥലം നമ്മുടെ നാടായിട്ടുള്ള ഇന്ത്യ തന്നെയാണ്. എന്തുകൊണ്ട് ഇന്ത്യയിൽ ഓഹരിയിൽ നിക്ഷേപിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇന്ത്യൻ മാർക്കറ്റ്, ഇന്ത്യയുടെ ജനസംഖ്യ, ഇന്ത്യയുടെ വലിപ്പം, വിദേശ ഇൻവെസ്റ്റേഴ്സിൻ്റെ കടന്നുവരവ്, ഇതെല്ലാം ഇന്ത്യൻ മാർക്കറ്റിനെ ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ വിപുലമാക്കിക്കൊണ്ടിരിക്കുകയാണ്. പലർക്കും ഓഹരി എന്ന് പറയുമ്പോൾ തന്നെ പല കൺഫ്യൂഷനുകളുണ്ടാവാം. അതിനെ വളരെ സിമ്പിളായിട്ട് പറഞ്ഞത് മനസ്സിലാക്കി തരികയാണെങ്കിൽ, സാധാരണ രീതിയിൽ നമ്മൾ ജനങ്ങൾ ചെയ്യുന്നത്, നമ്മൾ ഒരു പ്രത്യേക രീതിയിൽ മണി സേവ് ചെയ്തതിന് ശേഷം നമ്മൾ സ്വന്തമായിട്ടൊരു ബിസിനസ്സിലേക്ക് കടക്കുകയാണ്. ആ ബിസിനസ്സിലേക്ക് കടക്കുമ്പോൾ നമുക്ക് സാധാരണ സംഭവിക്കുന്നത്, നമ്മൾ ബിസിനസ്സിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ നമ്മൾ സമയം കണ്ടെത്താതെ, പ്രത്യേകിച്ച് ധാരണകളൊന്നുമില്ലാതെ നമ്മളായിട്ട് തന്നെ ഒരു ബിസിനസ്സിലേക്ക് കിടക്കുന്നു. അതല്ലെങ്കിൽ മറ്റാരെങ്കിലും ഏതെങ്കിലും ഒരു ബിസിനസ് ഐഡിയ ആയിട്ട് നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ ആ പണം നമ്മൾ നിക്ഷേപിക്കുന്നു. ആ ഒരു തലത്തിൽ നിന്നും നമ്മൾ മാറി ചിന്തിക്കണം. നമ്മുടെ നിക്ഷേപം ഏറ്റവും സുരക്ഷിതമാവാൻ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ ഇന്ന് ഇന്ത്യയിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് വലിയ വലിയ കമ്പനികളുണ്ട്. ആ കമ്പനികളിൽ നിങ്ങൾക്ക് ഷെയർ വാങ്ങാം. സ്വാഭാവികമായിട്ടും ആ കമ്പനിയിൽ ഷെയർ വാങ്ങുന്നതിലൂടെ നിങ്ങളും ആ കമ്പനിയുടെ ഒരു പാർട്ണറായി മാറുകയാണ്. അങ്ങനെയാണ് നിങ്ങൾ ഓഹരിയിൽ നിക്ഷേപിക്കേണ്ടത്. ആ മേഖലയിൽ നിങ്ങൾ നിക്ഷേപം നടത്തുന്നതിലൂടെ നിങ്ങൾ അത്രയും ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഏറ്റവും വലിയ നിക്ഷേപങ്ങളൊക്കെ ഉള്ള ഏറ്റവും വലിയ രീതിയിൽ നടത്തിപ്പോകുന്ന ഒരു കമ്പനിയുടെ ഒരു ഭാഗമായി നിങ്ങളും മാറുകയാണ്. അതിലൂടെ ആ കമ്പനിയുടെ പുരോഗതിക്കനുസരിച്ച് നിങ്ങൾക്കും നിങ്ങളുടെ ഓഹരിയിൽ, നിങ്ങൾക്കുള്ള ഷെയറിൽ ഒരു വർധനയുണ്ടാവുകയും അത്തരത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ആ ഓഹരി വിൽക്കേണ്ടി വരുമ്പോൾ നിങ്ങൾക്ക് വിറ്റാൽ നിങ്ങൾക്ക് ലാഭം കിട്ടുകയും ചെയ്യുന്നൊരവസ്ഥയാണ്. അങ്ങനെയാണ് സാധാരണ ഓഹരിയുടെ ഒരു സിസ്റ്റം തന്നെ വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഓഹരിയെക്കുറിച്ച്, ഓഹരിയിലേക്ക് കടക്കുന്നതിന് മുമ്പ്, ഓഹരിയിൽ നിങ്ങൾ നിക്ഷേപിക്കുന്നതിന് മുമ്പ്, ഷെയർ വാങ്ങുന്നതിന് മുമ്പ് കമ്പനിയെക്കുറിച്ച് പഠിക്കണം. കമ്പനിയുടെ കുറിച്ചുള്ള ഫണ്ടമെൻ്റൽ അനാലിസിസുകൾ പഠിക്കണം, ടെക്നിക്കൽ അനാലിസിസുകൾ നടത്തണം. ഒരുപാട് കാര്യങ്ങൾ അതിൽ പഠിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും സാധാരണക്കാർക്ക് അതൊരു പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് പലരും പറയാറുണ്ട്. കാരണം നമ്മുടെ ജീവിത തിരക്കിനിടയിൽ നമുക്ക് അതിനൊന്നും സമയം കണ്ടെത്താൻ പറ്റാറില്ല. അപ്പോൾ ഓഹരിയിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നില്ലെങ്കിൽ അതേക്കുറിച്ച് കൃത്യമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അതല്ലെങ്കിൽ ആ മേഖലയിലുള്ള എക്സ്പെർട്ടുകളായിട്ടുള്ള കൺസൾട്ടൻറ്റുകളുടെ സർവീസുകൾ, ഗൈഡ് ലൈൻസുകളൊക്കെ വാങ്ങിയതിന് ശേഷം മാത്രം ഓഹരിയിൽ നിക്ഷേപിക്കുക എന്നുള്ളതാണ്. ഈ ഓഹരിയിൽ നിക്ഷേപിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നേരിട്ട് ചെയ്യണമെങ്കിലുള്ള ഒരു കാര്യമാണ് ഞാൻ ഈ സൂചിപ്പിച്ചത്. ഇത് വേറൊരു രീതിയിലും നിങ്ങൾക്ക് ഓഹരിയിൽ നിക്ഷേപിക്കാം. അത് മ്യൂച്വൽ ഫണ്ടിലൂടെയാണ്. എന്താണ് മ്യൂച്വൽ ഫണ്ട്? മ്യൂച്വൽ ഫണ്ട് വളരെ ക്ലിയറാണ്. അതായത് നിങ്ങൾക്ക് ഒരു കമ്പനിയിൽ നിക്ഷേപിക്കണമെങ്കിൽ ആ കമ്പനിയെക്കുറിച്ച് പഠിക്കണം, കമ്പനിയുടെ ഗ്രോത്ത് പഠിക്കണം, അതിൻ്റെ ഫണ്ടമെൻ്റലായിട്ടുള്ള എല്ലാ അനാലിസിസുകളും നിങ്ങൾ നടത്തണം. പക്ഷേ നമുക്കത് നടത്തുവാനും പഠിക്കുവാനും നമുക്ക് അറിവില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ സെലക്ട് ചെയ്യുന്ന കമ്പനി ചിലപ്പോൾ നമ്മുടെ റൈറ്റ് ചോയ്സ് ആവണമെന്നൊരു നിർബന്ധമില്ല. ആ ഒരു ഘട്ടത്തിലാണ് ഇവിടെ മ്യൂച്വൽ ഫണ്ട് വരുന്നത്. മ്യൂച്വൽ ഫണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ത്യയിൽ നൂറുകണക്കിന് മ്യൂച്വൽ ഫണ്ട് ഹബ്ബുകളുണ്ട്, മ്യൂച്വൽ ഫണ്ട് മാനേജേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫണ്ട് നമുക്ക് അവരെ ഏൽപ്പിക്കാം. അവർ കൃത്യമായിട്ട് പഠിച്ച് ആ ഫണ്ട് മാനേജേഴ്സ് കൃത്യമായിട്ട് പഠിച്ച് ഏതൊക്കെ കമ്പനികളിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് നോക്കിയിട്ട് നമ്മുടെ ഫണ്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യുകയും ആ ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ട് അവർ സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് റിട്ടേൺ കിട്ടിക്കഴിയുമ്പോൾ ആ റിട്ടേൺ നമുക്ക് കിട്ടുകയും ചെയ്യുന്നൊരവസ്ഥ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു മാനേജ് ചെയ്യാനുള്ള ഒരു പൈസ, ചെറിയൊരു പണം അവരത് ഒരു സർവീസായിട്ട് എടുക്കുകയും ബാക്കി ഫണ്ട് മൊത്തം നമുക്ക് കിട്ടുകയും ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മൾ കൊടുക്കുന്ന പണത്തിന് ഒരു NAV എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൈസ് അവർ നിശ്ചയിക്കും. ആ NAVയിലാണ് നമ്മളത് പ്രൈസ് വാങ്ങുന്നത്. നമ്മൾ എത്ര എമൗണ്ടാണ്, 10,000 രൂപയാണ് നമ്മൾ നിക്ഷേപിക്കണമെങ്കിൽ ആ കൊടുക്കുന്ന പണം സ്വാഭാവികമായിട്ടും അവർ വ്യത്യസ്തമായിട്ടുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു.
അതിൽ കിട്ടുന്ന ആ കമ്പനിയുടെ ഷെയർ വാല്യൂ കൂടുന്നതനുസരിച്ച് നമ്മുടെ NAV പ്രൈസ് കൂടുന്നു. നമുക്ക് എപ്പോഴാണ് NAV കൊടുക്കേണ്ടത് ആ സമയത്ത് നമുക്ക് NAV കൊടുത്ത് ഒഴിവാക്കാം. ഇനി ഇത് 2 രീതിയിൽ നമുക്ക് ചെയ്യാം ഇൻവെസ്റ്റ്മെൻറ്റ്. നമുക്ക് ലംസമായിട്ടൊരു എമൗണ്ട് 5 ലക്ഷം രൂപ, 10 ലക്ഷം രൂപ, 20 ലക്ഷം രൂപ, 1 കോടി രൂപ നമുക്കുണ്ടെങ്കിൽ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം. അതല്ല മാസാശമ്പളമുള്ള ആളുകളാണെങ്കിൽ ചെറിയൊരു എമൗണ്ട് ഒരു 200 രൂപയോ 150 രൂപയോ 500 രൂപയോ 1000 രൂപയോ എല്ലാ മാസവും നിങ്ങൾക്ക് മാസാമാസം നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്ത് പോകാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഫണ്ട് മാനേജേഴ്സ് ഒരു സൈക്കിളാണത്. ഫണ്ട് മാനേജേഴ്സ് നിങ്ങളിൽ നിന്ന് ഫണ്ട് വാങ്ങുന്നു, അവർ പിന്നെ പഠിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ള ഓഹരികളിൽ കമ്പനികൾ നിക്ഷേപിക്കുന്നു, അതിൽ നിന്ന് റിട്ടേൺ വരുന്നു, അപ്പോൾ നിങ്ങളുടെ NAV പ്രൈസ് കൂടുന്നു. ആ ഒരു റൊട്ടേഷനാണ്. അപ്പോൾ എപ്പോഴാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള ആ സമയത്ത് നിങ്ങൾക്ക് വിൽക്കാം. പിന്നെ നിങ്ങൾക്ക് സെൽ ചെയ്യുന്ന സമയത്ത് വിതിൻ 2-3 ഡേയ്സിനുള്ളിൽ 2 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ വരുന്നു. അപ്പോൾ നമ്മൾ ഈ ഓഹരിയിൽ നിക്ഷേപിക്കുമ്പോൾ അത് ഒരു കൃത്യമായിട്ട് പ്ലാനോടുകൂടി ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ്, ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ്, ചെറിയ ചെറിയ ടാർഗറ്റുകളൊക്കെ വെച്ചിട്ട് ചെയ്തു പോകണം. അപ്പോൾ അത്തരത്തിൽ നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ ചെറിയ സാമ്പത്തിക അച്ചടക്കമൊക്കെ നടത്തി ഒരു ചെറിയ സേവിംഗ് ഒക്കെ വരുന്ന ആളുകളാണെങ്കിൽ പതിയെ നിങ്ങൾക്ക് ഈ പറഞ്ഞ രീതിയിൽ ഓഹരിയെക്കുറിച്ച് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റോക്കുകളെക്കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാം, ഓരോ കമ്പനിയെക്കുറിച്ച് പഠിക്കാം, എന്നിട്ട് വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. കൺസൾട്ടേഷൻ എടുത്തുകൊണ്ടും ഇൻവെസ്റ്റ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് ഏറ്റവും സേഫായിട്ടുള്ള മറ്റൊരു ഓപ്ഷനാണ് മ്യൂച്വൽ ഫണ്ടിലൂടെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി, മറ്റൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയുമായി, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോയുമായിട്ട് അടുത്ത ദിവസം. നന്ദി, നമസ്കാരം.